ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും ബോറടിച്ച് വീട്ടിലിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള രണ്ട് ചേരുവകളുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയുന്നതിനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴുത്ത ചക്കപ്പഴമാണ്. അപ്പോൾ 1 കപ്പ് ചക്കപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്, വരിക്ക ചക്കപ്പഴമാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ കൂഴ ചക്കപ്പഴമായാലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഈ ചക്കപ്പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കൂഴച്ചക്കയാണെന്നുണ്ടെങ്കിൽ അരച്ചിട്ട് നമ്മളൊന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. ഇതാകുമ്പോൾ നല്ലതുപോലെ ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇതിൽ നാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതുപോലെ കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടി സാധാ നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ്. പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കയ്യിലുള്ള ചക്കപ്പഴത്തിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല മധുരമുള്ള ചക്കപ്പഴം ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയുടെ അളവ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സ്നാക്ക് ഭയങ്കര ഹാർഡായി പോകും. അപ്പം കുറേശ്ശെയാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് മതിയാവത്തില്ല, നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കട്ടിയായി കിട്ടണം ഈ ബാറ്റർ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മാവും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ചേർക്കാൻ കാര്യം അരിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ഒരുപാട് അരിപ്പൊടി കൂടരുത്. ആ ചക്കപ്പഴത്തിൻ്റെ ഒരു ഇതാണ് അതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ജസ്റ്റ് ആ ഒരു ബാറ്റർ ഒന്ന് തിക്കാവാൻ വേണ്ടി മാത്രമേ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവൂ. അപ്പം 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടണം. അപ്പം മൊത്തം ഞാൻ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അനുസരിച്ചിട്ടാണ് അരിപ്പൊടിയുടെ അളവ് വരുന്നത്. നമുക്ക് കൃത്യം ഇത്ര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചക്കപ്പഴം ഏതാണോ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അനുസരിച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഫുൾ അരിപ്പൊടി തന്നെ ചേർക്കണം എന്നില്ല. ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് ബാക്കി 1 ടേബിൾ സ്പൂൺ മൈദമാവ് വേണമെങ്കിലും ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരു നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. അതേപോലെ മധുരമുള്ള എന്ത് സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ള് ഉപ്പും കൂടി ഇടുന്നത് നല്ലതായിരിക്കും, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ. ഇത് രണ്ടും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായി കിടപ്പുണ്ട്. അപ്പം ഓവറായിട്ട് ചൂടായ എണ്ണയല്ല, ഒരു മീഡിയം ഹീറ്റിൽ ചൂടായ എണ്ണയാണ്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണിൽ ഇങ്ങനെ കുറേശ്ശെ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടംപൊരിയുടെ ആ ഒരു വലുപ്പത്തിൽ വലുതായിട്ട് ഇട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിനേക്കാൾ നമുക്ക് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാനും കാണാൻ ഭംഗിയും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. ചെറിയ ഡ്രോപ്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലതുപോലെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. ഇട്ട ഉടനെ നമ്മൾ ഇളക്കരുത്. ജസ്റ്റ് അതൊന്ന് ഇട്ട് അതിൻ്റെ പുറത്തൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറം വന്ന് തുടങ്ങിയിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ആ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ, ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രം ബ്രൗൺ നിറമായി കിട്ടും, ഉൾവശം വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു നിറമാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല, വെറും 2 ചേരുവ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഡ്രോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കപ്പഴം വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.